പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത വരുന്നു. പത്തനംതിട്ട കോൺഗ്രസിൽ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടെ പാർട്ടി വിട്ട് അടൂർ നഗരസഭ മുൻ അധ്യക്ഷൻ ബാബു ദിവാകരൻ. കോൺഗ്രസ് സാംസ്കാരിക വിഭാഗം ജില്ലാ ചെയർമാനാണ് ബാബു ദിവാകരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടൂർ നഗരസഭയിൽ UDF-നെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവാണ് പ്രവീൺ പുരുഷോത്തമൻ. അതുകൊണ്ട് നമുക്കൊപ്പം പ്രവീൺ, ഗുഡ് മോർണിംഗ് പ്രവീൺ. വൺസ് അഗെയിൻ, അങ്ങനെ ബാബു ദിവാകരൻ കോൺഗ്രസ് വിട്ടിരിക്കുകയാണ്. അടൂരിലെ വളരെ ജനകീയനായ നേതാവായിരുന്നു. കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗം ജില്ലാ ചെയർമാനാണ്. നേരത്തെ അടൂർ നഗരസഭയുടെ അധ്യക്ഷനായിരുന്നു. അപ്പോൾ വലിയ സ്വാധീനമുള്ള ഒരു നേതാവിനെയാണ് കോൺഗ്രസിന് നഷ്ടമാകുന്നത്. ബാബു ദിവാകരൻ സീറ്റ് കിട്ടാത്ത സാഹചര്യത്തിലാണോ ഇപ്പോൾ പാർട്ടിക്ക് സലാം പറഞ്ഞിരിക്കുന്നത്? മറ്റൊരു വിസ്മയമായി മാറുമോ ബാബു ദിവാകരൻ? ഗുഡ് മോർണിംഗ് അരുൺ. UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് തന്നെ പത്തനംതിട്ടയിൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്നുള്ളത് അടൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രമുഖനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് തന്നെ പാർട്ടി വിട്ടിരിക്കുന്നു. പാർട്ടി വിട്ടതായി സൂചിപ്പിച്ചിട്ടുള്ള കത്ത് ബ്ലോക്ക് ഭാരവാഹികൾക്ക് തന്നെ അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. അടൂർ നഗരസഭ മുൻ അധ്യക്ഷനായിട്ടുള്ള ബാബു ദിവാകരനാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം നിലവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥാനമാനങ്ങളും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടൂർ നിയമസഭാ മണ്ഡലത്തിൽ ജില്ലയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ വേണമെന്നുള്ളതാണ് ബാബു ദിവാകരന്റെ ആവശ്യം. തനിക്ക് തന്നെ സ്ഥാനാർത്ഥിത്വം ലഭിക്കണമെന്നില്ല. പക്ഷേ നിരവധി പ്രവർത്തകരും നേതാക്കളും ഒക്കെ അടൂർ നിയമസഭാ മണ്ഡലത്തിൽ യോഗ്യരായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിനെ അടൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി പരിഗണിക്കണം. പക്ഷേ നേതൃത്വം അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബാബു ദിവാകരൻ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരം നൽകിയത്. കോൺഗ്രസ് വിട്ടിരിക്കുന്നു മുൻ അടൂർ നഗരസഭാ ചെയർമാൻ ബാബു ദിവാകരൻ. വലിയ സ്വാധീനമുള്ളയാളാണ് പ്രദേശത്ത്. ഒരു പ്രേക്ഷകന്റെ സംശയം, അരുൺ സാർ, ഗ്യാസ് ബുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഗ്യാസ് ഏജൻസികൾ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രം ഗ്യാസ് എത്തിച്ചു കൊടുക്കുന്നു എന്ന് സതീഷ് കുമാർ പറയുന്നു. സതീഷ്, അത് ചെയ്യുന്നത് ശരിയല്ല ഗ്യാസ് ഏജൻസികൾ. പക്ഷേ ബുക്ക് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടല്ല. ബുക്ക് ചെയ്യാൻ പറ്റാത്തത് സാങ്കേതികമായ തകരാറാണെന്ന് നേരത്തെ GR അനിൽ പറഞ്ഞു. സെർവറിന്റെ കപ്പാസിറ്റി കൂട്ടണം. ഒരുപാട് പേര് പാനിക്കായിട്ട് കൂട്ട ബുക്കിംഗ് വന്നപ്പോഴാണ് അതിൽ ഇത്തിരി തകരാറിലായത്. അത് പരിഹരിക്കും.